The broadcast is now starting. All attendees are in listen-only mode. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനൊരു എളുപ്പവഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റായ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ പഠിച്ചിരുന്നു? അതിന് മുമ്പ് എന്താ പഠിച്ചത്? 18, 19, 20 ഈ ലെസൺ എല്ലാം എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. 18 നമ്മൾ പഠിച്ചു കം കഴിഞ്ഞിട്ട് വരുന്നത് ഏകവചനമായിരിക്കും. അതേപോലെ ആ പദത്തിന്, ആ നാമത്തിന് ഫത്തഹ തൻവീനായിരിക്കും ഉണ്ടാവുക, അൽ ഉണ്ടാവുകയില്ല. ഇതാണ് 18ാമത്തെ പാഠത്തിന്റെ സമ്മറി. കം അഖൻ ലക, കം ഉഖ്തൻ ലക. ഇതാണ് 18ാമത്തെ പാഠത്തിന്റെ സമ്മറി. 19ാമത്തെ പാഠത്തിൽ വന്നപ്പോ എന്തായി? കമ്മിന് മറുപടി പറയുമ്പോൾ എണ്ണം പറയണം. അപ്പൊ 18ാമത്തെ പാഠത്തിൽ നമ്മൾ 1ഉം 2ഉം ഒക്കെ പറഞ്ഞുള്ളൂ. 1ഉം 2ഉം ഒക്കെ പറഞ്ഞുള്ളൂ, 3 പറഞ്ഞില്ല. 19ാമത്തെ പാഠത്തിൽ നാം പഠിച്ചത് 3 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പറയുമ്പോൾ എന്ത് വേണം? ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. അശറത്തു തുല്ലാബിൻ, അശറത്തു തുല്ലാബിൻ. അതേപോലെ ഖംസത്തു തുല്ലാബിൻ, സിത്തത്തു തുല്ലാബിൻ. അങ്ങനെ 106ാമത്തെ പേജ് വായിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. 20ാമത്തെ പാഠത്തിന്റെ ഒരു പോയിന്റ് അതാണ്. 20ാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. ഇവിടെ 106ാമത്തെ പേജിൽ തന്നെ എടുക്കുക. 106ാമത്തെ പേജിൽ സലാസത്തു തുല്ലാബിൻ. അപ്പൊ തുല്ലാബ് എന്താണ്? പുല്ലിംഗമാണ്. പക്ഷേ സലാസത്ത് താ ഉള്ള രൂപമാണ്. അപ്പോ സംഖ്യയുടെ താ ഉള്ള രൂപം എപ്പോഴാണ് എടുക്കേണ്ടത്? എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ സംഖ്യയുടെ താ ഉള്ള രൂപമാണ് എടുക്കേണ്ടത്. സലാസത്തു തുല്ലാബിൻ, അർബഅത്തു തുല്ലാബിൻ, ഇങ്ങനെ അശറത്തു തുല്ലാബിൻ വരെ. 1 എണ്ണപ്പെടുന്നതിന്റെ ബഹുവചനം വേണം. 2 3 മുതൽ 10 വരെ എണ്ണപ്പെടുന്നതിന്റെ ബഹുവചനം വേണം. 2 എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ സംഖ്യയുടെ ത ഉള്ള രൂപമാണ് എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ 18ഉം 19ഉം നമ്മൾ റിവൈസ് ചെയ്തു. ഇനി 20.
യൂണിറ്റ് 20, ദർസ് 20. അദ്ദർസുൽ ഇശ്റൂൻ കേട്ടോ. 10ാമത്തെ പാഠത്തിന് എന്താ പറഞ്ഞത്? അദ്ദർസുൽ ആഷിർ എന്നാണ് പറഞ്ഞത്. അതേപോലെ 19ാമത്തെ പാഠത്തിന് അദ്ദർസു താസിഅ അശറ എന്ന് പറഞ്ഞു. താസിഅ അശറത്താണ്. ഇവിടെ ദർസുൽ ഇശ്റൂൻ 20ാമത്തെ ലെസൺ എന്ന് പറഞ്ഞാലും ദർസ് റഖം ഇശ്റൂൻ എന്ന് പറഞ്ഞാലും ഒരേപോലെ തന്നെ. 20ാമത്തെ പാഠം ലൈലയും സൽമയും തമ്മിലുള്ള ഒരു മുഹാദസത്താണ് ഈ പാഠം. മുഹാദസ് എന്ന് പറഞ്ഞാൽ സംഭാഷണം, ഹിവാർ എന്നും പറയാം സംഭാഷണത്തിന്. ഹിവാർ സംഭാഷണം. ലൈല 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 ചോദിക്കുന്നു, യാ സൽമ അഫി ഫസ്ലിക താലിബാത്തുൻ മിന സീനി വൽ യാബാനി. മിൻ വന്നതുകൊണ്ടാണ് സീനി എന്നും യാബാനി എന്നും വന്നത്. അഫി ഫസ്ലിക, അഫി ഫസ്ലിക്കി, ഫസ്ലിക്കി കാരണം എന്താണ്? സൽമ ആയതുകൊണ്ട്. അഫി ഫസ്ലിക്കി, നിന്റെ ക്ലാസ്സിൽ ഉണ്ടോ? താലിബാത്തുൻ, താലിബാത്തുണ്ടോ? സ്റ്റുഡൻസ്, ഗേൾസ് സ്റ്റുഡൻസ് ഉണ്ടോ? മിന സീനി വൽ യാബാൻ, ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള. സൽമ വ തുജീബു സൽമ, സൽമ മറുപടി പറയുന്നു. അജാബ മറുപടി പറഞ്ഞു. തുജീബു സൽമ, സൽമ മറുപടി പറയുന്നു. നഅം ഉണ്ട്. നഅം അതെ. അഫി ഫസ്ലിക ആ വന്നാൽ മറുപടി നഅം എന്നാണ് വരേണ്ടത് കേട്ടോ. ആ കൊണ്ടാണ്, ഹൽ കൊണ്ടാണ്. ആ കൊണ്ടോ ഹൽ കൊണ്ടോ ചോദിച്ചാൽ എന്താ മറുപടി വരേണ്ടത്? പോസിറ്റീവ് ആണ് മറുപടി എങ്കിൽ നഅം എന്നാണ് പറയേണ്ടത്. നഅം ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ, ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ. അപ്പൊ ത്വാലിബാത്ത് എന്താണ്? സ്ത്രീലിംഗ പദമാണ്. ഗേൾ സ്റ്റുഡൻസ്. അതിൻ്റെ കൂടെ സംഖ്യയുടെ എന്താണ് ഉപയോഗിക്കുന്നത്? താ ചേരാത്ത രൂപമാണ് ഉപയോഗിക്കുന്നത്. ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ മിനസ്സീനി വ അർബഉ ത്വാലിബാത്തിൻ മിനൽ യാബാനി വ സമാനി ത്വാലിബാത്തിൻ മിൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. ക്ലിയർ അല്ലേ? ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ, ഞങ്ങളുടെ ക്ലാസ്സിൽ 5 സ്റ്റുഡൻസ്, ലേഡീസ് സ്റ്റുഡൻസ് ഉണ്ട്, ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ട്. മിനസ്സീനി, ചൈനയിൽ നിന്നുള്ള. വ അർബഉ ത്വാലിബാത്തിൻ, 4 ഗേൾ സ്റ്റുഡൻസ് ഉണ്ട്. മിനൽ യാബാനി, ജപ്പാനിൽ നിന്നുള്ള. വ സമാനി ത്വാലിബാത്തിൻ മിൻ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള 8 സ്റ്റുഡൻസും ഉണ്ട്. ഇവിടെ എല്ലാം താലിബാത്ത് 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 എന്നാണ് പറഞ്ഞത്, ഫീമെയിലാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞു? ഹംസ്, അതേപോലെ അർബഉ, തമാനി എന്നിങ്ങനെ സംഖ്യയുടെ താ ഇല്ലാത്ത രൂപമാണ് പറയേണ്ടത്. മെയിലാണെങ്കിൽ താ ഉള്ള രൂപവും ഫീമെയിൽ ആണെങ്കിൽ താ ഇല്ലാത്ത രൂപം റിവേഴ്സ് ആണ് എണ്ണസംഖ്യയിൽ എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. സംഖ്യ പറയുമ്പോൾ സ്ത്രീലിംഗത്തിൻ്റെയും പുല്ലിംഗത്തിൻ്റെയും വിപരീതമായ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ലൈല ദഖൂലു ലൈല, ലൈല പറയുന്നു, വഫീ ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിൽ സലാസു ത്വാലിബാത്തിൻ, 3 ഗേൾ സ്റ്റുഡൻസ് ഉണ്ട്. മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്നുള്ള. വസിത്തു ത്വാലിബാത്തിൻ, 6 ഗേൾ സ്റ്റുഡൻസ് ഉണ്ട്. മിനൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള 6 ഗേൾ സ്റ്റുഡൻസ് ഉണ്ട്. വസബഅ ത്വാലിബാത്തിൻ മിനൽ കുവൈറ്റ്, കുവൈറ്റിൽ നിന്നുള്ള 7 ഫീമെയിൽ സ്റ്റുഡൻസും ഉണ്ട്. നേരത്തെ പറഞ്ഞ വിട്ടുപോയ സംഖ്യകളെല്ലാം താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞത് ഫി ഫസ്ലിന ഖംസു ത്വാലിബാത്തിൻ,
മിൻ തുർക്കിയ എന്നാണ് പഴയ ബുക്കിലുള്ളത്. മിൻ തുർക്കിയ എന്നാണ് പഴയ ബുക്കിലുള്ളത്. തുർക്കിയ എന്ന് പറഞ്ഞാൽ തുർക്കി എന്നുള്ള. പുതിയ ബുക്കിൽ മിനൽ കുവൈറ്റ് എന്നാണുള്ളത്. സബഴ താലിബാത്തി മിനൽ കുവൈറ്റ്. മിനൽ കുവൈറ്റ്, കുവൈത്ത് കേട്ടോ. കുവൈത്ത് എന്ന് നമ്മൾ അറബി പറയുമ്പോഴത്തേക്ക് താ പറയണം, ഇംഗ്ലീഷ് പറയുമ്പോൾ ടായും പറയണം. ഫീ ഫസലിന, അപ്പൊ മുകളിൽ പറഞ്ഞത് സൽമ പറഞ്ഞത് ഫീ ഫസലിന ഹംസ താലിബാത്തിൻ മിനസ്സൈനി, 5 പേര്, അത് 5 പറഞ്ഞു. അർബഅ താലിബാത്തിന് 4 പറഞ്ഞു, പിന്നീട് 8 പറഞ്ഞു. ബാക്കി താഴെ പറയുന്നുണ്ട്. ഫീ ഫസലിന ലൈല പറയുന്നു ഫീ ഫസലിന സലാസു താലിബാത്തിൻ, അപ്പൊ 3 ഗേൾ സ്റ്റുഡൻസ്. സലാസു താലിബാത്തിൻ മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നുള്ള. സിത്തു താലിബാത്തിൻ മിനൽ ഫിലിപ്പീനി, സബഅ താലിബാത്തിൻ മിനൽ കുവൈത്ത്. ഓക്കെ, ഇവിടെ ഈ സെന്റൻസ് പല പ്രാവശ്യം വായിച്ച് പഠിക്കണം. ഇതിൽ പുതിയ പദങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? സലാസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, ഇതാണ് പഠിക്കുന്നത്. സ്ത്രീലിംഗത്തോടൊപ്പം താ ഇല്ലാത്ത സംഖ്യയാണ് ഉപയോഗിക്കേണ്ടത്. വതസ്അലു സൽമ, സൽമ ചോദിക്കുന്നു, കം ഉഖ്തൻ ലക്കി യാ ലൈല, ലൈല നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? കം ഉഖ്തൻ ലക്കി യാ ലൈല, ലൈല നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? വതുജീബു ലൈല, ലൈല മറുപടി പറയുന്നു, ലീ സലാസു അഖവാത്തിൻ, ലീ സലാസു അഖവാത്തിൻ. നേരത്തെ നമ്മൾ അഹുന്റെ ബഹുവചനം പഠിച്ചായിരുന്നു. അഹുൻ, അഹുന്റെ ബഹുവചനം ഇഖ്വാനുൻ. അതേപോലെ തന്നെ ഉഖ്തിന്റെ ബഹുവചനം പഠിച്ചിട്ടുണ്ട്. ഉഖ്തുൻ, അഖവാത്തുൻ, ഉഖ്തുൻ അഖവാത്തുൻ. ലീ സലാസു അഖവാത്തിൻ, എനിക്ക് 3 സഹോദരിമാരുണ്ട്. അപ്പോ സലാസ് എന്ന താ ഇല്ലാത്ത പദത്തോടൊപ്പമാണ് അഖവാത്ത് എന്ന സ്ത്രീലിംഗ രൂപം ഉപയോഗിച്ചത്. കം അഖൻ ലക്കി, തസ്അലു സൽമ, കം അഖൻ ലക്കി നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? കം അഖൻ ലക്കി. ലീ ഖംസതു ഇഖ്വത്തിൻ, ഖംസതു ഇഖ്വത്തിൻ. ഇപ്പൊ ഇഖ്വത്തിൽ താഴുണ്ടെങ്കിലും അതെന്താണ്? പുല്ലിംഗമാണ്. കാരണം അഹുന്റെ ബഹുവചനമാണ് ഇഖ്വത്തിൻ. അഹുൻ എന്നത് പുല്ലിംഗമാണ്, സഹോദരൻ. അതിന്റെ ബഹുവചനം ഇഖ്വത്തിൻ. ജാഅ ഇഖ്വത്ത് യൂസുഫ, ലഖദ് കാന ഫി ഇഖ്വത്ത് യൂസുഫ. അപ്പോ ഇഖ്വത്ത് യൂസുഫ്, യൂസുഫിന്റെ സഹോദരന്മാർ. അപ്പോ താഴുണ്ടെങ്കിലും അതെന്താണ്? പുല്ലിംഗമാണ്. അപ്പോൾ ലീ ഖംസതു ഇഖ്വത്തിൻ, എനിക്ക് ഖംസതു ഇഖ്വത്തിൻ 5 സഹോദരന്മാരുണ്ട്. സൽമ, സൽമ തഖൂൽ സൽമ, സൽമ പറയുന്നു, ലക്കി സലാസു അഖവാത്തിൻ വ ഖംസതു ഇഖ്വത്തിൻ. അപ്പോൾ നിനക്ക് ലക്കി സലാസു അഖവാത്തിൻ 3 സഹോദരിമാരുണ്ട്, വ ഖംസതു ഇഖ്വത്തിൻ 5 സഹോദരന്മാരും. ഇപ്പൊ എങ്ങനെ പറഞ്ഞത്? അഖവാത്ത് എന്ന സ്ത്രീലിംഗ പദത്തോടൊപ്പം താ ഇല്ലാത്ത സലാസു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖംസത്തുൻ, ഖംസത്തു എന്ന സ്ത്രീലിംഗ പദത്തോടൊപ്പം ഇഖ്വത്തുൻ എന്ന പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലക സലാസു അഖവാത്തിൻ വ ഖംസതു ഇഖ്വത്തിൻ. രണ്ടും അഖവാത്തും ഇഖ്വത്തും എന്താണ്? ബഹുവചനമാണ്. ലൈല, ലൈല തസ്അലു ലൈല ഔ തഖൂലു വ തസ്അൽ. നഅം ഖാലത്ത് ലൈല, നഅം. ലൈല എന്താ പറഞ്ഞത്? അതെ. വകം അഖൻ, വകം അഖൻ വ ഉഖ്തൻ ലക്കി സുമ്മ തസ്അൽ. പിന്നീട് ചോദിക്കുന്നു, വകം അഖൻ വ ഉഖ്തൻ ലക്കി. സൽമയോട് തിരിച്ചു ചോദിക്കുകയാണ്, വകം അഖൻ വ ഉഖ്തൻ ലക്കി, നിനക്ക് എത്ര സഹോദരന്മാരും സഹോദരിമാരുണ്ട്? തുജീബ് സൽമ, സൽമ മറുപടി പറയുന്നു, ലീ അർബഅതു ഇഖ്വത്തിൻ വ അർബഉ അഖവാത്തിൻ. ലീ അർബഅതു ഇഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്, വ അർബഉ അഖവാത്തിൻ 4 സഹോദരിമാരുമുണ്ട്.
ഇവിടെ എന്ത് ചെയ്തു? ഇഖ്വത്ത് എന്ന പുല്ലിംഗത്തോടൊപ്പം താ ഉള്ള അർബഅത്ത് ഉപയോഗിച്ചു. അതേപോലെ അഖവാത്ത് എന്ന സ്ത്രീലിംഗത്തോടൊപ്പം അർബഉ എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചു, സംഖ്യ ഉപയോഗിച്ചു. ലൈല തഖൂലു ലൈല, ലൈല പറയുന്നു ലീ ജമീലത്തുൻ, ലീ ജമീലത്തുൻ, എനിക്കൊരു ക്ലാസ്മേറ്റ് ഉണ്ട്. ജമീലത്തുൻ, ലീ ജമീലത്തുൻ ഇസ്മുഹ ഖദീജത്തു, അവളുടെ പേരെന്താണ്? ഖദീജ എന്നാണ്. എനിക്ക് ഖദീജ എന്ന പേരുള്ള ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ, അവൾക്ക് സമാനിയത്തു ഇഖ്വത്തിൻ 8 സഹോദരന്മാരുണ്ട്. വസമാനി അഖവാത്തിൻ 8 സഹോദരിമാരുമുണ്ട്. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ വസമാനി അഖവാത്തിൻ 8 സഹോദരിമാരുമുണ്ട്. അപ്പൊ എന്താണ്? ലഹ സമാനിയത്തു എന്ന താ ഉള്ള പദം യഹ്വത്തുൻ എന്ന പുല്ലിംഗ പദത്തോടൊപ്പമാണ് ഉപയോഗിച്ചത്. അതേപോലെ അഖവാത്ത് എന്ന സ്ത്രീലിംഗ പദത്തോടൊപ്പം സമാനി എന്ന താ ഇല്ലാത്ത രൂപമാണ് ഉള്ളത്. ലെസൺ അവസാനിച്ചു. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഇനി എക്സസൈസ് ആണ്. ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്. ഇഖ്റ വക്തുബ്. അപ്പൊ ഇതെന്ത് ചെയ്യണം? 110ാമത്തെ പേജാണിത്. 106ാമത്തെ പേജും കൂടെ എടുത്തു വെച്ച് ഒരുമിച്ച് നോക്കണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും 110ാമത്തെ പേജും 106ാമത്തെ പേജും കൂടെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് 110 എങ്ങനെ വായിക്കാം? സലാസു ത്വാലിബാത്തിൻ, അവിടെ ബ്രാക്കറ്റിൽ 3 ഇട്ടിട്ടുണ്ട്. എന്താ 3 ഇട്ടിരിക്കുന്നത്? 1 കഴിഞ്ഞിട്ട് 3 എന്താ ഇട്ടത്? 2 അവിടെ പോയി. 2 ചുവടെയുണ്ട്. ഇത് പറയുന്നത് വേറെ, അത് വേറെ. ചോദ്യത്തിന്റെ നമ്പർ ഇഖ്റ വക്തുബ് എന്ന് പറഞ്ഞ റക്കം വാഹിദ് 1ാമത്തെ നമ്പറാണ്. ചോദ്യം 2ാമത്തെ ചോദ്യം എന്താണ്? ഇഖ്റ വക്തുബ് എന്നത് 2ാമത്തെ ചോദ്യം താഴെയുണ്ട്. ഇടയിൽ 3 ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ സംഖ്യയാണ് പറയാൻ പോണത്. 1 വാഹിദും വാഹിദത്തുമാണ്. അതിൽ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യേണ്ടതില്ല. വാഹിദ് വാഹിദത്തുൻ, വാഹിദ് പുല്ലിംഗം, വാഹിദത്തുൻ സ്ത്രീലിംഗം. അതേപോലെ ഇസ്നാനി ഇസ്നൈനി നമ്മൾ പഠിച്ചതാണ്. ഇസ്നത്താനി ഇസ്നത്തൈനി അതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതിൽ പ്രത്യേകിച്ച് നിയമമൊന്നും പറയാനില്ല. അതേസമയം ഇവിടെ ഇത് വായിച്ച് ശീലിക്കണം. സലാസു ത്വാലിബാത്തിൻ, അർബഅു ത്വാലിബാത്തിൻ, ഖംസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, സമാനിയ ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, അശ്റു ത്വാലിബാത്തിൻ. അങ്ങനെ 10 വരെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. സലാസു ത്വാലിബാത്തിൻ, അർബഅു ത്വാലിബാത്തിൻ, ഖംസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, സമാനിയ ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, അശ്റു ത്വാലിബാത്തിൻ. അപ്പൊ ത്വാലിബാത്തിൻ എല്ലാത്തിനും എന്താണ്? കസ്റാണ്. അത് ഞാൻ റിവിഷനിൽ പറയാൻ വിട്ടുപോയി. സംഖ്യ പറയുമ്പോൾ പറയപ്പെടുന്ന എണ്ണം എന്താക്കി പറയണം? കസ്റാക്കി പറയണം. കസ്റാക്കി പറയണം. ഓക്കെ. ഇനി അടുത്ത് സുആൽ റഖം ഇസ്നൈൻ, ചോദ്യം നമ്പർ 2, മെയിൻ ചോദ്യം നമ്പർ 2. ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്. ഇഖ്റ വക്തുബ്, നേരത്തെ ഇഖ്റ വക്തുബ് ആയിരുന്നു, രണ്ടാമത്തെ വീണ്ടും ഇഖ്റ വക്തുബ്. ഫി ബൈത്തിന സലാസു ഖുറഫിൻ, ഫി ബൈത്തിന സലാസു ഖുറഫിൻ. സലാസു ഖുറഫിൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഖുർഫത്തുൻ എന്ന സ്ത്രീലിംഗമാണ് ഇതിന്റെ ഏകവചനം. ഖുറഫിന്റെ ആ ഏകവചനം സ്ത്രീലിംഗമായതുകൊണ്ടാണ് സലാസു എന്ന താ ഇല്ലാത്ത പദം ഉപയോഗിച്ചത്. ഫിൽ ജാമിഅത്തി അശ്റു ഹാഫിലാത്തിൻ, ഹാഫിലത്തുന്റെ ബഹുവചനം ഹാഫിലാത്തിൻ, അതുകൊണ്ടാണ്, അത് സ്ത്രീലിംഗ പദമായതുകൊണ്ടാണ് അശ്റു എന്ന് താ ഇല്ലാത്ത പദം ഉപയോഗിച്ചത്. ഫി ഹാദിഹിൽ മദ്രസത്തി സമാനി മുദർരിസാത്തിൻ, ഈ പാഠശാലയിൽ
8 അധ്യാപികമാരുണ്ട്. ഫി ഹാദിഹിൽ മദ്രസത്തി സമാനി മുദരിസാത്തിൻ. അപ്പോൾ അവിടെ എന്തോന്നു? സമാനി എന്ന തായില്ലാത്ത രൂപം മുദരിസാത്ത് എന്ന സ്ത്രീലിംഗ ബഹുവചനത്തോടൊപ്പം വന്നിരിക്കുന്നു. അബ്ബാസിൻ ലഹു സബഉ ബനാത്തിൻ. അബ്ബാസിൻ ലഹു സബഉ ബനാത്തിൻ. അബ്ബാസ് ലഹു സബഉ ബനാത്തിൻ, അവന് 7 പെൺമക്കളുണ്ട്. ബനാത്തിൻ, ബിന്തുൻ പെൺകുട്ടി, ബനാത്തുൻ പെൺകുട്ടികൾ. ലഹു സബഉ ബനാത്തിൻ, അവന് 7 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ബനാത്ത് എന്ന സ്ത്രീലിംഗ പദത്തോടൊപ്പം സബഅ എന്ന പുല്ലിംഗ പദമാണ്, അല്ല സബഅ എന്ന താ ഇല്ലാത്ത രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഫീ ബൈത്തിന 9 ദജാജാത്തിൻ. ഞങ്ങളുടെ വീട്ടിൽ 9 ദജാജാത്തിൻ, 7 കോഴികളുണ്ട്. ഫിൽ ജാമിഅത്തി ഖംസുൻ. ഫിൽ ജാമിഅത്തി ഖംസുൻ, ഖംസു കുല്ലിയാത്തിൻ. ഖംസു കുല്ലിയാത്തിൻ. യൂണിവേഴ്സിറ്റിയിൽ ഖംസു കുല്ലിയാത്തിൻ, 5 കോളേജുകളുണ്ട്. ഫിൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിൽ ഖംസു കുല്ലിയാത്തിൻ. കുല്ലിയത്തുൻ കോളേജ്, നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കുല്ലിയത്തുൻ കോളേജ്, അതിന്റെ ബഹുവചനം കുല്ലിയാത്തുൻ. ഫിൽ ജാമിഅത്തി ഖംസു കുല്ലിയാത്തിൻ. ജാമിയയിൽ 5 കോളേജുകളുണ്ട്. അവിടെ എന്താണ്? കുല്ലിയാത്തിൻ എന്ന സ്ത്രീലിംഗത്തോടൊപ്പം ഖംസു എന്ന പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തായില്ലാത്ത സംഖ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിൽ മുസ്തഷ്ഫ 10 തബീബാത്തിൻ വ 4 മുമർരിദാത്തിൻ. ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ 10 തബീബാത്തിൻ, 10 ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്. വ 4 മുമർരിദാത്തിൻ, 4 നഴ്സുമാരും ഉണ്ട്. ഖാലിദുൻ ലഹു സലാസത്തു അബ്നാഇൻ. ഖാലിദ് ലഹു സലാസത്തു അബ്നാഇൻ, അവന് 3 പെൺകുട്ടികളുണ്ട്. അബ്നാഇൻ 3 ആൺമക്കളുണ്ട്. 4 ബനാത്തിൻ, 4 പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ മുകളിൽ പറഞ്ഞത് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. 4 മുമർരിദാത്തിൻ, ഇവിടെയും 4 ബനാത്തിൻ തന്നെയാണ്. അതേസമയം 10 തബീബാത്തിൻ, 10 ഡോക്ടേഴ്സ്, ഇവിടെ എന്ത് പറഞ്ഞു? ഖാലിദുൻ ലഹു സലാസത്തു അബ്നാഇൻ, 3 ആൺകുട്ടികളുണ്ട്. ലീ 5 ഇഖ്വത്തിൻ വ 6 അഖവാത്തിൻ. എനിക്ക് 5 ഇഖ്വത്തിൻ, 5 സഹോദരിമാരുണ്ട്. വ 6 അഖവാത്തിൻ, 6. ലീ 5 ഇഖ്വത്തിൻ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. വ 6 അഖവാത്തിൻ, 6 സഹോദരിമാരുമുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് വേണ്ടത്? 23ാമത്തെ പാഠമെത്തി, അല്ല 21ാമത്തെ പാഠമെത്തി. ഇരുപതാമത്തെ പാഠം ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ 20ാമത്തെ പാഠം? അല്ല, 110 കഴിഞ്ഞിട്ട് 111ാമത്തെ പേജ് ഉണ്ടല്ലോ. 111ാമത്തെ പേജ് ഇവിടെ വന്നില്ല. 111, 112 വന്നില്ല. പേജ് 111. ഫി ഹാദൽ കിതാബി 10 ദുറൂസിൻ. ഫി ഹാദൽ കിതാബി 10 ദുറൂസിൻ. അപ്പോൾ ദർസിന്റെ ബഹുവചനം എന്താണ്? ദുറൂസ്.
ദർസുൻ ദുറൂസ്, പുസ്തകത്തിന്റെ പേര് ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ. Example number 2, number 1. Once more, please. Number 2, number 1. Number 2 number 1. ഫി ബൈത്തിന സലാസു ഖുറഫിൻ. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഖുർഫത്തിൻ ഖുറഫുൻ, ഖുർഫത്തിൻ ഖുറഫുൻ പഠിച്ചിട്ടുണ്ട്. ചോദിച്ച ആൾ നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഫി ബൈത്തിന, ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട്, സലാസു ഖുറഫിൻ. അപ്പോ സലാസു ഖുറഫിൻ, എന്തുകൊണ്ടാണ് സലാസു ഖുറഫിൻ എന്ന് പറഞ്ഞത്? ഖുർഫത്തുൻ എന്നതാണ് ഖുറഫിന്റെ ഏകവചനം. അപ്പോൾ അതെന്ത് വരും? സ്ത്രീലിംഗമായിട്ട് വരും. റിയാലുൻ, റിയാലുൻ എന്നത് ഏകവചനത്തിൽ എന്താണ്? തായില്ല, അതുകൊണ്ടത് പുല്ലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ ഏകവചനത്തിൽ റിയാലാത്തുൻ എന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ ഇവിടെ ഖുറഫിൻ, ഖുറഫിൻ എന്ന് കാണുമ്പോൾ നമുക്ക് സ്ത്രീലിംഗ പദത്തിന്റെ ആത്തിനൊന്നുമില്ല, മറിച്ച് അതിന്റെ ബേസ് എന്താണ്? ഖുർഫത്തിൻ എന്നാണല്ലോ അതിന്റെ ബേസ്. ആ ബേസ് എടുത്തിട്ടാണ് അതിൽ സലാസു എന്ന് കൊടുത്തിരിക്കുന്നത്. സലാസു ഖുറഫിൻ, 3 റൂമുകളുണ്ട്. പേജ് 111. ഫിഹാദൽ കിതാബി അശറത്ത് ദുറൂസിൻ, ഈ പുസ്തകത്തിൽ 10 പാഠങ്ങളുണ്ട്. അപ്പോൾ അശറത്ത് എന്നത് താഴെയുള്ള സംഖ്യയാണ്. പക്ഷേ ദുറൂസിൽ തായില്ല, കാരണം അത് പുല്ലിംഗമാണ്. ദുറൂസ് പുല്ലിംഗമായതുകൊണ്ട് അശറത്തു എന്ന ദുറൂസ് പുല്ലിംഗമായതുകൊണ്ട് അശറത്ത് എന്ന താഴെയുള്ള പദം സ്വീകരിച്ചു. ലന അർബഅത്തു അഅ്മാമിൻ, അഅ്മാം എന്താണ്? ഏകവചനം. അഅ്മാം ഏകവചനം. അമ്മുൻ, അമ്മുൻ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, പിതൃവ്യൻ വാപ്പയുടെ സഹോദരൻ, അഅ്മാം സഹോദരന്മാർ. അപ്പോ അമ്മുൻ അഅ്മാമുൻ. ലന അർബഅത്തു അഅ്മാമിൻ, ഞങ്ങൾക്ക് 4 അങ്കിൾസ് ഉണ്ട്. അപ്പോ അഅ്മാമ് അമ്മ എന്ന് പറഞ്ഞ പുല്ലിംഗമാണല്ലോ. അഅ്മാമ് പുല്ലിംഗം, അർബഅത്ത് എന്താണ്? താവുള്ള രൂപം. അപ്പൊ പുല്ലിംഗത്തോടൊപ്പം താവുള്ള രൂപമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹംസു അമ്മാത്തിൻ, അമ്മത്തിൻ എന്ന് പറഞ്ഞ അമ്മായി. എത്ര അമ്മായിമാരുണ്ട്? ഹംസു അമ്മാത്തിൻ. അപ്പോൾ 5 അമ്മായിമാരുണ്ട്. ഫി ബലദി, അപ്പോൾ എന്താണ്? ഹംസു എന്ന പുല്ലിംഗ രൂപം അല്ലെങ്കിൽ തായില്ലാത്ത രൂപം അമ്മാത്തിൻ എന്ന സ്ത്രീലിംഗ രൂപത്തോടൊപ്പമാണ് വന്നിരിക്കുന്നത്. ഫി ബലദി ഹംസു ജാമിഅത്തിൻ, ഫി ബലദി എൻ്റെ നാട്ടിൽ, ഹംസു ജാമിഅത്തിൻ, ജാമിഅത്തിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? സ്ത്രീലിംഗമാണ്. അതിനെ തായില്ലാത്ത ഹംസു എന്ന പദത്തെയാണ് ജാമിഅത്തിൻ എന്ന് പറഞ്ഞത്. ഹംസു ജാമിഅത്തിൻ, 5 യൂണിവേഴ്സിറ്റികളുണ്ട്. ഫി ദാലിക ദർസി 8 കലിമാത്തിൻ ജദീദത്തിൻ, ഫി ദാലിക ദർസി ആ പാഠത്തിൽ 8 കലിമാത്തിൻ ജദീദത്തിൻ 8 പദങ്ങൾ അധികമായുണ്ട്. അപ്പൊ 8 എന്ന തായില്ലാത്ത രൂപമാണ് കലിമാത്തിൻ എന്ന പദത്തോടൊപ്പം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ദി സലാസു മജല്ലാത്തിൻ, മജല്ലത്തുൻ മജല്ലാത്തുൻ, മജല്ലത്ത് എന്ന് പറഞ്ഞാൽ മാഗസിൻ, മജല്ലത്തുൻ മജല്ലാത്തുൻ. ഇന്ദി സലാസു മജല്ലാത്തിൻ, എൻ്റെ അടുക്കൽ 3 ബാഗുകളുണ്ട്, അല്ല 3 മാഗസിനുകളുണ്ട്. അപ്പോൾ മജല്ലാത്തിൻ എന്ന സ്ത്രീലിംഗ രൂപം, സലാസു എന്ന
പുല്ലിംഗ രൂപത്തോടാണ് അല്ലെങ്കിൽ താ ഇല്ലാത്ത രൂപത്തോടൊപ്പമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി മുസ്തഅമിലൻ അൽ അദദിൽ മദ്കൂരി ബൈനൽ ഖൗസൈൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം, എടുത്തെഴുതണം. പക്ഷെ അതോടൊപ്പം എന്ത് വേണം, ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടി വേണം. കം അഹൻ ലക്ക. അപ്പോൾ ഞാൻ പറഞ്ഞു ലീ അഹുൻ വാഹിദൻ, ഒരു സഹോദരനേ ഉള്ളൂ. കം ഉഖ്തൻ ലക്ക, നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? അപ്പോ ഞാൻ എന്ത് പറഞ്ഞു, ലീ ഖംസു അഖവാത്തിൻ. ഖംസു അഖവാത്തിൻ പുല്ലിംഗമാണ് ഉപയോഗിക്കേണ്ടത്. കം ബക്കറത്തിൻ ഫിൽ ഹഖൽ, ഹഖൽ വയല്. കം ബക്കറത്തിൻ ഫിൽ ഹഖൽ, വയലിൽ എത്ര പശുക്കളുണ്ട്? അപ്പൊ അത് 10 ആക്കണം. ഫിൽ ഹഖലി അശറത്തു ബക്കറാത്തിൻ, അശറത്തു ബക്കറാത്തിൻ. ഫിൽ ഹഖലി അശറത്തു ബക്കറാത്തിൻ. കം താലിബത്തിൻ ജദീദത്തിൻ ഫിൽ ഫസൽ, ക്ലാസ്സിൽ എത്ര പുതിയ സ്റ്റുഡൻസ് ഉണ്ട്? കം താലിബത്തിൻ ജദീദത്തിൻ ഫിൽ ഫസൽ 5. കം തബീബത്തിൻ ഫി മുസ്തശ്ഫൽ വിലാദ, കം തബീബത്തിൻ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഫി മുസ്തശ്ഫൽ വിലാദ, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. കം ഹാഫിലത്തിൻ, കം ഹാഫിലത്തിൻ, കം കഴിഞ്ഞിട്ട് എന്താണ്, കസ്റുള്ള പദമാണ് വരേണ്ടത് കേട്ടോ. കം താലിബത്തിൻ, കം തബീബത്തിൻ, കം ഹാഫിലത്തിൻ ഫിൽ ജാമിയാത്തി, യൂണിവേഴ്സിറ്റിയിൽ. കം ഹാഫിലത്തിൻ ഫിൽ ജാമിയാത്തി, യൂണിവേഴ്സിറ്റിയിൽ എത്ര ബസ്സുകളുണ്ട്? ഹാഫിലത്തിൻ ബസ്. ബക്കറാത്തിന് പറഞ്ഞപ്പോൾ എന്താണ്, അഷറു എന്നാണ് പറയേണ്ടത് കേട്ടോ. ബക്കറാത്തിന് പറഞ്ഞപ്പോൾ അഷറു എന്നാണ് പറയേണ്ടത്. കം ബക്കറത്തിൻ ഫിൽ ഹക്കൽ, ഫിൽ ഹക്കലി അഷറു ബക്കറാത്തിൻ. അഷറു ബക്കറാത്തിൻ സ്ത്രീലിംഗമാണ് പറയേണ്ടത്, തായില്ലാത്ത രൂപമാണ് പറയേണ്ടത്. കം താലിബത്തിൻ ജദീദത്തിൻ ഫിൽ ഫസൽ, ഫിൽ ഫസലി ഫിൽ ഫസലി തിസ്ഉ താലിബാത്തിൻ, തിസ്ഉ താലിബാത്തിൻ. കം തബീബത്തിൻ ഫി മുസ്തശ്ഫൽ വിലാദ, ഫീഹി, ഫിൽ മുസ്തശ്ഫ വിലാദ എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫീഹി സമാനി തബീബാത്തിൻ, സമാനി തബീബാത്തിൻ. അവിടെ 8 ഡോക്ടേഴ്സ് ഉണ്ട്. കം തബീബത്തിൻ ഫി മുസ്തശ്ഫൽ വിലാദ. കം ഹാഫിലത്തിൻ ഫിൽ ജാമിയാത്തി, യൂണിവേഴ്സിറ്റിയിൽ എത്ര ബസ്സുകളുണ്ട്? അതിന് മറുപടി പറയുന്നില്ല. എന്താണ്, 6 അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ പറയണം? ഫിൽ ജാമിയത്തേക്ക് പകരം ഫിഹ എന്നാണ് പറയേണ്ടത്. ഫിഹ സിത്തു ഹാഫിലാത്തിൻ, സിത്തു ഹാഫിലാത്തിൻ, 7 ബസ്സുകളാണുള്ളത്.
ഓക്കെ. സിത്തിന് പകരം 7 ആയാലും കുഴപ്പമില്ല. കം താലിബത്തിൻ سؤال رقم 4. كم طالبة جديدة كم طالبة جديدة في الفصل എന്നാണ്. അപ്പോൾ എന്ത് പറയണം? മറുപടി പറയുമ്പോൾ ഫീഹി ഫീഹി 9 طالبات 9 طالبات جدد 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 جدد. 5 كم طبيبة في مستشفى الولادة كم طبيبة في مستشفى الولادة മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഉത്തരം 8 ആണ്. എന്ത് പറയണം? ഫീഹി ഫീഹി 8 طبيبات طبيبات. كم حافلة في الجامعة كم حافلة في الجامعة. അപ്പോൾ ജാമിയ എന്നുള്ള സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫീഹ ഫീഹ 6 حافلات 6 حافلات. حافلة ബസ്. كم أبناء കല്ല كم ابنا لك كم ابنا لك. നിനക്ക് എത്ര മക്കളുണ്ട്? എന്ത് പറയണം? 4 പറയണം. ലീ 4 അബ്നാഇൻ ലീ 4 അബ്നാഇൻ. അപ്പൊ അബ്നാ എന്ത് ചെയ്യണം? കസ്ര കൊടുക്കണം. ലീ 4 അബ്നാഇൻ. കം ബിന്തൻ ലക കം ബിന്തൻ ലക. 7 പറയണം. ലീ 7 അബ്നാഇൻ لا بنات 7 ലീ 7 കം ഇബ്നൻ ലക്കയ്ക്ക് എന്ത് മറുപടി പറഞ്ഞത്? 4 അബ്നാഇൻ. അവിടെ താ വേണം. കം ബിന്തൻ ലക്ക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ താ വേണ്ട. ലീ 7 ബനാത്തിൻ ലീ 7 ബനാത്തിൻ. കം ജാമിഅത്തിൻ ഫീ ബലദിക കം ജാമിഅത്തിൻ ഫീ ബലദിക. നിന്റെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? വീണ്ടും സലാസയാണ് പറയേണ്ടത്. അപ്പോൾ ബലദിന് എന്ത് പറയണം? ഫീഹി എന്ന് പറയണം. ഫീഹി
കം ജാമിഅത്തിൻ ഫീ ബലദിക ഫീഹി സലാസു ജാമിഅത്തിൻ 3 യൂണിവേഴ്സിറ്റികളുണ്ട്. കം കിതാബൻ ഇൻദക ലി സമാനി കുതുബിൻ അല്ലെങ്കിൽ ഇന്ദിയാണ് പറയേണ്ടത്. ഇന്ദി സമാനി കുതുബിൻ. 111 പേജ് കഴിഞ്ഞ് 112. ഇഖ്റ ജുമലിൽ ആത്തിയത്തി വക്തുബഹ മാ കിതാബത്തിൽ ആദാദിൽ വാരിദത്തി ഫീഹ ബിൽ ഹുറൂഫ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ അക്കത്തിൽ കൊടുത്തിരിക്കുന്നവ അക്ഷരത്തിൽ എഴുതുക. ലി അർബഅതു ഇഖ്വത്തിൻ വസലാസു അഖവാത്തിൻ. സിനൈൻ മുഹമ്മദുൻ ലഹു ഖംസത്തു അബ്നാഇൻ വസമാനി ബനാത്തിൻ. ഇൻദി അശ്റത്തു കുതുബിൻ വസബ്അ മജല്ലാത്തിൻ. ഫിൽ മുസ്തശ്ഫ 9 തബീബാത്തിൻ و6 ممرضات. عندي 4 قمصان. لهذه السيارة 4 أبواب. في هذا الكلمة 5 حروف. في مدرستنا 8 مدرسات. 8 مدرسات. في بيتنا 10 رجال و10 نساء. ذهب أبي إلى الرياض قبل 3 أيام. ذهب إلى الرياض قبل 3 أيام. اكتب الأعداد من 3 إلى 10 واجعل كل من كلمات الآتية معدودا له. എന്ത് ചെയ്യണം? സെന്റൻസ് തയ്യാറാക്കണം. ചുവടത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സെന്റൻസ് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ 3 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പറയണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3 പറയാം. സലാസു സയ്യാറാത്തിൻ. അടുത്ത 4. അർബഉ ഉഖ്തിൻ. 5. 6 താലിബാത്തിൻ. 6. അല്ല, എന്താ പറഞ്ഞത്? ആദ്യത്തേത് 3 അല്ലേ പറയേണ്ടത്? സലാസു അഖവാത്തിൻ. ആദ്യത്തേത് സലാസു അഖവാത്തിൻ. രണ്ടാമത്തെ 4 എടുത്താൽ അർബഉ താലിബാത്തിൻ. 5 ഖംസു മജല്ലാത്തിൻ. മജല്ലത്തിൻ മാഗസിൻ. 6 സിത്തു ബനാത്തിൻ. 7 സബഉ സാആത്തിൻ. الكلمات الجديدة مجلة مجلات. حرف حروف. كلمة كلمات. മജല്ലയുടെ ബഹുവചനമാണ് മജല്ലാത്തുൻ. ഹർഫുൻ ഹറൂഫുൻ. ഇന്തോനേഷ്യ. കലിമത്തുൻ കലിമത്ത് എന്ന പദത്തിന്റെ ബഹുവചനം
കെലിമാത്തുൻ, കെലിമത്തുൻ, കെലിമാത്തുൻ. ഓക്കെ, ദാറ്റ്സ് ഫോർ ഇനഫ് ടുഡേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇന്നത്തെ ക്ലാസ്സിലോ കഴിഞ്ഞ ക്ലാസ്സിലോ ഒക്കെ. ലേറ്റായി എത്തിയവർ എൻ്റെ കാരണം കാണിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലേറ്റായി തുടങ്ങിയത് കൊണ്ടാണോ ക്ലാസ് ലേറ്റായി എത്തിയത്? ലോഗിൻ ചെയ്യാൻ അത്രയും പ്രയാസമുണ്ടോ? ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. സംശയമൊന്നുമില്ല, 1-2 പാഠങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും. ഇതുവരെയുള്ള പാഠങ്ങൾ പഠിച്ച് ഉറപ്പുവരുത്തി വയ്ക്കുക. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി അടുത്ത പാഠത്തിലേക്ക് പോകാൻ പറ്റില്ല നമുക്ക്, കാരണം അത് സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ടതാണ്. ഇരുപത്തിയൊന്നാമത്തെ പാഠം അടുത്ത പ്രാവശ്യം പഠിക്കാം. 21 ചെറിയൊരു പാഠമാണ്. 21 22 23 കാണുന്നുണ്ട് പാഠങ്ങളുടെ കൂട്ടത്തിൽ. കമ്മിന് ശേഷം കസ്ർ വരണം. കമ്മിന് ശേഷം കസ്ർ വരണം. പാഠം 18. ഓരോന്നും പ്രത്യേകം പഠിച്ചാൽ നമ്മൾ അത് മറന്നുപോയിരിക്കാൻ വേണ്ടി. പാഠം 18 അല്ല, കമ്മിന് ശേഷം ഫത്ഹ് വരണം. കം അഹൻ. എണ്ണം പറയുമ്പോഴത്തേക്ക് അതിനുശേഷം എന്ത് വരണം? കസ്ർ വരണം. കം അഹൻ, കം ബാബൻ. നമ്മൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയോ? ശ്രദ്ധിക്കണം. വേറെ ഡൗട്ട്? വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് 21 21, 22, 23 ഉണ്ട്. നമുക്ക് നോക്കാം, അത് കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോഴും പറഞ്ഞത് കമ്മിന് ശേഷമുള്ളത് ഫതഹായിരിക്കണം, ഏകവചനമായിരിക്കും എന്ന് പറഞ്ഞു. ഫതഹ് തൻവീൻ ഉണ്ടാവും, മല്ല ഉണ്ടാവില്ല. ശേഷം ഒന്നും ഇലാഫത്ത് ചെയ്യില്ല. അത് തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒരു നാമത്തിന്റെ ഒന്നും ചേർന്ന് വരികയില്ല. അതാണ് മുഖ്യമായി പഠിച്ചത് 18. അതേപോലെ 18 ദ്വിവചനം പഠിച്ചായിരുന്നു. കം ഫിസ്സനത്തി ഈദാനി, കം ഈദൻ ഫിസ്സനത്തി, കം ഈദൻ ഫിസ്സനത്തി. അപ്പോൾ ഫിസ്സനത്തി ഈദാനി. അപ്പം അതേപോലെ ദ്വിവചനം നമ്മൾ പഠിച്ചായിരുന്നു. 19 നമ്മൾ പഠിച്ചത്
അങ്ങനെ ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയും. ഫിഹി അശ്റത്ത് തുല്ലാബിൻ. അപ്പോൾ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ അശ്റത്ത് തുല്ലാബിൻ പുല്ലിംഗത്തോടൊപ്പം ത ഉള്ള രൂപമാണ് ഉപയോഗിക്കേണ്ടത്. സ്ത്രീലിംഗത്തോടൊപ്പം ത ഇല്ലാത്ത രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ സമ്മറി. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. വീഴ്ചകൾ അല്ലാഹു പുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കമ്മിന് ശേഷം കസ്ർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും. ഫത്തഹാണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ക്ലാസ് കൃത്യസമയത്ത് എത്തുക. നമുക്ക് വേണ്ടി വന്നാൽ അവിടെ അല്പസമയം കൂടി ദീർഘിപ്പിച്ചെടുക്കാവുന്നതാണ്. 21 ഇപ്പോൾ നമുക്ക് കഴിഞ്ഞത്. അല്ല, 20 കഴിഞ്ഞു. 20 നമ്മൾ കഴിഞ്ഞു. 21 അടുത്ത പ്രാവശ്യം. 21, 22 എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.